നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊഴിഞ്ഞാമ്പാറയിൽ വിമത നേതാക്കൾക്കൊപ്പം ചേർന്നവർക്കെതിരെ നടപടി. കൊഴിഞ്ഞാമ്പാറയിൽ വിമത നേതാക്കൾക്കൊപ്പം ചേർന്ന ഡിവൈഎഫ്ഐ മുൻ ഭാരവാഹികളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. കൊഴിഞ്ഞാമ്പാറ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന സദ്ദാം ഹുസൈൻ, മനോജ് കുമാർ എന്നിവരെയാണ് പുറത്താക്കിയത്. ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നടപടിക്ക് ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി. പ്രസിഡന്റും സെക്രട്ടറിയും വിമതർക്കൊപ്പം ചേർന്നതോടെ പുതിയ ഭാരവാഹികളെ കൺവെൻഷൻ വിളിച്ച് ഡിവൈഎഫ്ഐ തെരഞ്ഞെടുത്തിരുന്നു. പുതിയ സെക്രട്ടറിയായി മുഹമ്മദ് അസറുദ്ദീനെയും പ്രസിഡന്റായി ദിലീപിനെയുമാണ് തെരഞ്ഞെടുത്തത്. ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം. 75 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമെന്ന് വിലയിരുത്തൽ. വേളം പഞ്ചായത്തിലെ പെരുവയലിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. പെരുവയൽ അങ്ങാടിയിലെ മലനാട് വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് വൻ അഗ്നിബാധയുണ്ടായത്. 75 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. പേരാമ്പ്ര മരുതേരി സ്വദേശി റഫീഖിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. പുകയുയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപത്തെ വീട്ടുകാർ ഉടൻ അഗ്നിരക്ഷാസേനയിൽ വിവരമറിയിക്കുകയായിരുന്നു. നാദാപുരം ഫയർ സ്റ്റേഷൻ ഓഫീസർ സുജേഷ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ 2 യൂണിറ്റും പേരാമ്പ്രയിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകളും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രക്ഷാപ്രവർത്തനം 3.5 മണിക്കൂറോളം നീണ്ടുനിന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലത്ത് പെയിന്റിംഗ് തൊഴിലാളികൾ തമ്മിൽ തർക്കം. കമ്പിവടി കൊണ്ട് അടിയേറ്റ് കൊല്ലപ്പെട്ടത് ആലപ്പുഴ സ്വദേശി. കൊല്ലത്ത് പെയിന്റിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് തൊഴിലാളികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കൊല്ലം ശാസ്താംകോട്ടയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത്. ആലപ്പുഴ കോട്ടപ്പുറം സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കൊല്ലം അയത്തിൽ സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെയിന്റിംഗ് തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു. ഇതിനിടെ കമ്പിവടി കൊണ്ടുള്ള അടിയേറ്റ് വിനോദിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. തുടർന്നാണ് മരണം സംഭവിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ക്രിസ്മസ് അലങ്കാരത്തിനിടെ മരത്തിൽ നിന്ന് വീണു യുവാവ് മരിച്ചു. തിരുവനന്തപുരത്ത് ക്രിസ്മസ് അലങ്കാരത്തിനിടെ മരത്തിൽ നിന്ന് വീണ യുവാവിന് ദാരുണാന്ത്യം. കിളിമാനൂർ ആലുകാവ് സ്വദേശി അജിനാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ അജിൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് പോയി. ഇന്ന് പുലർച്ചെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നതായിട്ടാണ് സംശയിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ക്രിസ്തുമസ് ദിനത്തിൽ JP നദ്ദ ദില്ലി CBCI സ്ഥാനത്തേക്ക്. ഒപ്പം അനിൽ ആന്റണി അടക്കം നേതാക്കളും. ക്രിസ്മസ് ദിനത്തിൽ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിലെ ബിഷപ്പ് ഹൗസിലെത്തി. ദില്ലി രൂപത ബിഷപ്പ് അനിൽ കൂട്ടോയുമായി കൂടിക്കാഴ്ച നടത്തി. കത്തീഡ്രൽ സന്ദർശിച്ച നദ്ദയെ CBCI ഡെപ്യൂട്ടി സെക്രട്ടറി മാത്യു കോയിക്കൽ സ്വീകരിച്ചു. ദില്ലി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയും മലയാളിയായ BJP നേതാക്കൾ അനിൽ ആന്റണി, ടോം വടക്കൻ എന്നിവരും CBCI സ്ഥാനത്ത് നദ്ദയ്ക്കൊപ്പമുണ്ട്. ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോയ്ക്കൊപ്പം നദ്ദ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലെത്തി പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആശങ്ക കേന്ദ്രമന്ത്രി അറിയിച്ചതായി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ വിശദീകരിച്ചു.